അങ്ങനെ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന്റെ ഫലം വന്നിരിക്കുകയാണ്. ഭരണകക്ഷിയായിട്ടുള്ള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് വമ്പൻ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. തിരിച്ചടി വമ്പനാന്ന് പറയണം, തിരിച്ചടി അംഗീകരിച്ചേ വരത്തുള്ളൂ. കോർപ്പറേഷനകത്ത് വലിയ തിരിച്ചടിയാണ്. നിലവിലത്തെ രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷന് മാത്രമാണ് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഇപ്പോൾ ഇടതുപക്ഷം നടത്താൻ പറ്റുന്നത്. പക്ഷെ അവിടെയും സമാസമം തുല്യത്തിനൊപ്പമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അത് മാത്രമല്ല, ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ആർക്കും കിട്ടത്തില്ലെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗുരുതരമായ കാര്യമാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ നടക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു കഴിഞ്ഞു. BJPയുടെ മേയർ ആയിരിക്കും വരാൻ പോകുന്നത്. അത് ആരെന്ന് BJP തീരുമാനിച്ചിട്ടില്ല. ബാക്കിയുള്ള കോർപ്പറേഷൻ പരിശോധിക്കുമ്പോഴത്തേക്കും വ്യക്തമായ സ്വാധീനം ഒരിടത്തും കൊണ്ടുവരാൻ സാധിച്ചില്ല. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും എറണാകുളം കോർപ്പറേഷൻ LDFന്റെ കയ്യിൽ നിന്ന് പോയി എന്ന കാര്യം എടുത്ത് പറയേണ്ടതാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോഴത്തേക്കും 8-6 രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ജില്ലാ പഞ്ചായത്തുകൾ നിലനിർത്താൻ LDFന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ചിലത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പത്തനംതിട്ടയും ഇടുക്കി അതുപോലത്തെ ജില്ലാ പഞ്ചായത്തുകളാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് മാത്രമാണ് LDFന് നേടാൻ, അത് ചങ്ങരകുളം സീറ്റ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലായിടത്തും UDF ആണ് ലീഡ് ചെയ്തത്. വളരെ ശക്തമായ പ്രകടനം ഈ തവണ UDF കാഴ്ചവെച്ചു എന്ന് എടുത്തു തന്നെ പറയാം. ഇത്തവണ കിട്ടിയില്ലെങ്കിൽ ഇനി ഇല്ല എന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു UDF നടത്തിയത്. അതിന്റെ ബെനിഫിറ്റ് UDFന് കിട്ടി എന്ന കാര്യം ഷുവറാണ്. അതിന്റെ പ്രവർത്തനത്തിന് ആ മികവ് കാണുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ വികാരമുണ്ട് എന്ന കാര്യം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. വികാരമുണ്ട്. ആ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും അടുത്ത 6 മാസം നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഇലക്ഷനിലേക്കുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു 5 ഇലക്ഷനുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും 2010 ഇലക്ഷന് തുല്യമാണ് ഈ 2025 ഇലക്ഷൻ. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന് തുല്യമായിട്ടാണ് ഇപ്പോൾ ഈ 2025 ഇലക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ 2011 പോലെ UDF വീണ്ടും അധികാരത്തിലെത്താനാണ് സാധ്യത എന്ന് പറയാം. 2011 ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 68-72 വെറും 4 സീറ്റിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF ജയിച്ചത്. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗീയ ഭൂരിപക്ഷം, ശേഷം പറയുന്ന പോലെ 100 സീറ്റിന്റെ ഭൂരിപക്ഷം ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും UDF ജയിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം അതുപോലെയാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യവും നമ്മൾ മനസ്സിലാകുന്ന കാര്യം ഇതാണ്. 2025, 2026, 2020, 2021, 2015, 2016 എന്നീ ഇലക്ഷൻ പരിശോധിക്കുമ്പോഴത്തേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന്റെ ആ സ്ട്രക്ചറിൽ അതേ മോഡലിൽ തന്നെയാണ് ഇലക്ഷൻ വന്നിട്ടുള്ളത്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചിലയിടങ്ങളിൽ ചില മാറ്റം ഉണ്ടാവുന്നുണ്ട്. അവിടെ നിന്ന് മാത്രമേ മാറ്റം വരാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ളിടത്ത് എല്ലായിടത്തും അതേപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ ഇമ്പാക്ട് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ 2010 പോലെ മോഡലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ LDFന്റെ പരിപൂർണമായി തകർന്നു എന്ന് വെച്ചാൽ 2001 99 സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വന്ന് വെറും 39 സീറ്റായിട്ട് LDF ചുരുങ്ങിയിരുന്നത്. അങ്ങനത്തെ തകർച്ച ഇത്തവണ വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ LDFന് തിരിച്ചടി ഉണ്ട്, UDFന് മുൻകൈ ഉണ്ട്. BJPയുടെ കാര്യം വരുമ്പോഴത്തേക്കും BJPക്ക് തിരിച്ചടിയാണോ അനുകൂലമാണോ എന്ന് പറയാറായിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ പിടിച്ചു. പക്ഷേ BJP കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ വിജയിച്ചത് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ BJP തകർന്നടിയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ BJPക്ക് ചിരിക്കണോ കരയണോ എന്ന കാര്യം മറ്റൊരു ചോദ്യമാണ്. പക്ഷെ BJPക്ക് വളരെ മികച്ചൊരു പ്രകടനം നടത്താൻ തിരുവനന്തപുരത്ത് സാധിച്ചു. അത് മാത്രമല്ല, വരാനിരിക്കുന്ന നിയമസഭ ഇലക്ഷനിൽ 2026 നിയമസഭ ഇലക്ഷനിൽ 3 സീറ്റുകൾ അവർക്ക് ഉറപ്പിക്കാമെന്ന് പറയുകയും ചെയ്യാം. VK പ്രശാന്ത് അല്ലായിരുന്നെങ്കിൽ വട്ടിയൂർക്കാവ് സീറ്റും BJPക്ക് ഉറപ്പിക്കായിരുന്നു. പക്ഷേ 3 സീറ്റ് നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം എന്നീ സീറ്റുകളിൽ വ്യക്തമായ സ്വാധീനം ഉറപ്പിക്കാനും നല്ലൊരു മത്സരം കാഴ്ചവെക്കാനും വേണമെങ്കിൽ നേമത്തും കഴക്കൂട്ടത്തും വിജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ BJPയുടെ മുന്നിൽ വന്നിട്ടുള്ളത്. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയാം. അതുകൊണ്ട് തന്നെ വളരെ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി മാറ്റിമറിക്കുന്ന ഇലക്ഷനാണ്. 2010 അതേ മോഡൽ തന്നെയാണ്. LDFന്റെ തകർച്ച തന്നെയാണ്. പക്ഷേ LDF അങ്ങനെ തകർന്ന് അടിഞ്ഞിട്ടില്ല. തിരിച്ചു വരാനുള്ള സാധ്യതകൾ അവർക്കുണ്ട്. അതിനുള്ള സ്ലോട്ടുകൾ അവർക്കുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ സീറ്റിൽ പരിശോധിക്കുമ്പോഴത്തേക്കും 6 ജില്ലാ പഞ്ചായത്ത് നിലനിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 50-50 ആണ്. ആ 50-50ക്കകത്ത് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ LDFന് വീണ്ടും അധികാരം പിടിക്കാൻ 99 സീറ്റിന് അധികാരം എന്തായാലും ഇനി കിട്ടാൻ പോകുന്നില്ല. ആ കാര്യത്തിൽ 100% ഉറപ്പായിട്ടുണ്ട്. 99 സീറ്റുമായിട്ട് എന്തായാലും ഇനി LDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. 2011 നിയമസഭ ഇലക്ഷൻ പോലെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്ന. ആ പോരാട്ടത്തിന്റെ അവസാനം ആര് വരുമെന്ന് അപ്പോൾ അറിയാം. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് UDF തിരിച്ചു വന്നിരിക്കുകയാണ്. നീണ്ട 10 വർഷത്തിന് ശേഷം UDF തിരിച്ചു വന്നിരിക്കുകയാണ്. സാധാരണ നിയമസഭ ഇലക്ഷനകത്ത് തിരിച്ചു വരാതെ ലോക്സഭ ഇലക്ഷൻ മാത്രമാണ് മികച്ച മുന്നിട്ടുണ്ടാക്കാൻ സാധിക്കുക. പക്ഷെ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. UDFന് അതിന് മുഖ്യമന്ത്രി സ്ഥാനത്തെ കൂടുതൽ ചർച്ചകൾ ഇനി വീണ്ടും വരുമായിരിക്കും. പക്ഷെ അതിനുമുമ്പ് തന്നെ തൽക്കാലത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDFന് ആഘോഷിക്കാനുള്ള വിജയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ചിലയിടങ്ങളിൽ ചില കോർപ്പറേഷനുകൾ പുറമോട്ട് പോയെങ്കിലും ചിലയിടങ്ങളിൽ ശക്തമായിട്ട് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനം ഒട്ടാകെ നോക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും ജില്ലാ പഞ്ചായത്ത് ആയാലും കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും നഗരസഭ ആയാലും ബ്ലോക്ക് പഞ്ചായത്ത് ആയാലും വാർഡുകളുടെ എണ്ണം പരിശോധിക്കുമ്പോഴത്തേക്കും ഒരു വ്യക്തമായ മേൽക്കൈ
നീണ്ട 10 വർഷത്തിന് ശേഷം, ഏകദേശം 15ഓളം വർഷത്തിന് ശേഷം UDF കിട്ടിയിരിക്കുകയാണ് ഇത്തവണ 2025 തദ്ദേശ സ്വയംഭരണ ഇലക്ഷനകത്ത്.